ഹായ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും കൂടി അഴിച്ചുവിട്ടിരിക്കുന്ന അധാർമികവും നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ യുദ്ധത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായമില്ല, നിശബ്ദതയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സമന്വിതരായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ എം പിയും മനീഷ് തിവാരി എം പിയും ആ നിശബ്ദതയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നു. ഈ നിശബ്ദത എന്ന് പറയുന്നത് മികച്ച സ്റ്റേറ്റ് ക്രാഫ്റ്റ്, രാഷ്ട്രതന്ത്രമാണെന്നാണ് ഇരുവരും പറയുന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ യുദ്ധമഴിച്ചുവിട്ട് നിരപരാധികളെ കൊന്നൊടുക്കുന്ന ടെഹ്റാനിലെ 165 പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂൾ കെട്ടിടം തകർത്ത് കൊലപ്പെടുത്തുന്ന ഈ മേഖലയിൽ ആകമാനം യുദ്ധക്കെടുതികൾ അഴിച്ചുവിടുന്ന, ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്ന, ശരാശരി ഇന്ത്യക്കാരന്റെ ജീവിതഭാരം വർദ്ധിപ്പിക്കുന്ന, യാതൊരുവിധ ന്യായീകരണവുമില്ലാത്ത ഒരു യുദ്ധത്തെക്കുറിച്ച് ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന് ഒന്നും പറയാനില്ല. ആ ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ക്ഷേമമെന്നാണ് ഡോക്ടർ ശശി തരൂരും അദ്ദേഹത്തിന്റെ സുഹൃത്ത് മനീഷ് തിവാരിയും പറയുന്നത്. ഈ രണ്ടുപേരോടും എനിക്ക് വ്യക്തിപരമായ സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യ അവലംബിക്കുന്ന ഒരു സമീപനത്തെ തകർക്കുന്നതിന് തുല്യമാണ്. 70കളിൽ സോവിയറ്റ് പക്ഷ നിലപാടുകൾ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചില്ലേ? അന്ന് ആഗോള രാഷ്ട്രീയത്തിൽ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇന്ത്യ നിശബ്ദത പാലിച്ചില്ലേ എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. 50 വർഷം മുമ്പുള്ള ആഗോള വിഷയങ്ങൾ എടുത്തിട്ട് ഇന്ന് ഇന്ത്യ അവലംബിക്കുന്ന നിശബ്ദതയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ശശി തരൂർ രംഗത്തേക്ക് വരുന്നത്. ഡോക്ടർ ശശി തരൂർ ഇത് തന്നെയാണ് BJPയുടെ IT സെല്ല് പുറത്തുവിടുന്ന ടൂൾ കിറ്റ്. ആ ടൂൾ കിറ്റ് താങ്കളെപ്പോലുള്ള ഒരാൾ ഒരിക്കലും ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. 70കളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഡോക്ടർ ശശി തരൂരിന് അറിയാത്തതല്ല. ബംഗ്ലാദേശ് യുദ്ധകാലഘട്ടത്തിൽ 971 പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിക്സൺ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ഇന്ത്യ സമുദ്രത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിലേക്ക്, അമേരിക്ക 7ാം കപ്പൽപ്പടയെ അയച്ച കാര്യം ഡോക്ടർ ശശി തരൂരിന് അറിയാത്തതല്ല. അന്ന് റഷ്യ മാത്രമാണ്, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ മാത്രമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത്. അവരും യുദ്ധക്കപ്പലുകൾ അയച്ചു. അങ്ങനെയാണ് 7ാം കപ്പൽപ്പടയ്ക്ക് ഇന്ത്യക്ക് മേൽ ഒരു ആക്രമണവും നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത്. ആ കാലഘട്ടത്തിലെ ചില ആഗോള സംഭവങ്ങളെ മുൻനിർത്തി ഇന്നത്തെ ഇന്ത്യ സർക്കാരിന്റെ നിശബ്ദതയെ താങ്കൾ ന്യായീകരിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. എനിക്ക് താങ്കളോട് വ്യക്തിപരമായിട്ടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. താങ്കളുടെ ഇപ്പോഴത്തെ ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് പറയുന്നത് ഇന്ത്യ സർക്കാരിന്റെ നിശബ്ദതയെ താങ്കൾ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപരമായ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണ് താങ്കൾ അതിനെ കാണുന്നത്. എവിടെയാണ് നമ്മുടെ എനർജി സെക്യൂരിറ്റി, ഊർജ്ജ സെക്യൂരിറ്റി? അമേരിക്കയുടെ കൂടെ ഇതുപോലെ ദാസ്യവേല ചെയ്തിട്ട് ഇന്ത്യക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യം കൂടി താങ്കൾ പറഞ്ഞു തരണം. പാശ്ചാത്യ സഖ്യകക്ഷികൾ പോലും ഇസ്രയേലിനെ തൊടാൻ അറച്ചിരുന്ന, മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് പോയി നെതന്യാഹുവിനെ ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? ഒരു രാജ്യത്തിന്റെ പരമോന്നത വ്യക്തിത്വത്തെ കൊല ചെയ്തപ്പോൾ അതേക്കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? അവിടെ നിശബ്ദതയായിരുന്നോ വേണ്ടിയിരുന്നത്? അതെയോ അതിനെ അപലപിക്കണമായിരുന്നു? 165 കുഞ്ഞുങ്ങളെ ടെഹ്റാനിലെ സ്കൂളിന്റെ മുകളിൽ ബോംബിട്ട് അവരെ കൊന്നൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പറയാനില്ലേ? അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇറാഖിന് മേൽ അമേരിക്കയും സഖ്യകക്ഷികളും അഴിച്ചുവിട്ട യുദ്ധത്തെ പാർലമെന്റിന്റെ ഇരുസഭകളും 2003 അപലപിച്ച കാര്യം താങ്കൾക്കറിയാം. അന്നൊന്നും ഇല്ലാതിരുന്ന ഈ നിശബ്ദതയുടെ ഒരു പരമമായിട്ടുള്ള ഒരു രാഷ്ട്രതന്ത്രം എവിടെ നിന്നാണ് താങ്കൾ കണ്ടെത്തിയത്? ഇവിടെ എനിക്ക് ഡോക്ടർ ശശി തരൂരിനോടും മനീഷ് തിവാരിയോടും അല്ല പരാതിയുള്ളത്. ഇവർ രണ്ടുപേരും പരമോന്നത സമിതിയായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ അംഗങ്ങളാണ്. പ്രവർത്തക സമിതിയിലെ 2 അംഗങ്ങൾ ഇതുപോലെ ഇന്നത്തെ ഇന്ത്യ സർക്കാരിന്റെ നിശബ്ദതയെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ സമീപനം എന്താണ്? അമേരിക്കയുടെയും ഇസ്രയേലിന്റെ യുദ്ധം ഈ മേഖലയാകമാനം അനിശ്ചിതത്വത്തിൽ ആഴ്ത്തിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ മാത്രം, ഗൾഫിൽ മാത്രം 1 കോടി ഇന്ത്യക്കാരുണ്ട്. അതിലൊരു 40
ലക്ഷത്തോളം മലയാളികളാണ്. അവരുടെയൊക്കെ ജീവിതത്തെ തുറച്ചു നോക്കുന്ന അനിശ്ചിതത്വമാണ്. ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ? അതേക്കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതില്ലേ? ശരാശരി ഇന്ത്യക്കാരന്റെ മേൽ ചുമത്തപ്പെടുന്ന ഒരു ഭാരമുണ്ട്. ഇപ്പോൾ ഈ ഗ്യാസ് മാത്രമല്ല, നമ്മുടെ സമ്പദ്ഘടനയുടെ സമസ്ത തലങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു യുദ്ധമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തെക്കുറിച്ച് ഒരു നിലപാട് ഇന്ത്യ ഗവൺമെന്റ് പറയേണ്ടതില്ലേ? ചേരിചേര പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിച്ചിരുന്ന ഇന്ത്യ ഇതുപോലെ നിശബ്ദതയുടെ ഒരു വാൽമീകത്തിലേക്ക് ഉൾവലിയണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അവിടെ മുഖ്യ ഭരണകക്ഷിയായ BJP മാത്രമല്ല, മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നറിയാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്.